കുക്കിംഗ് വിത്ത് രാജി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു മിക്സഡ് വെജിറ്റബിൾ കുറുമയാണ്. അതിനുള്ള സാധനങ്ങൾ എടുത്തു വച്ചിരിക്കുന്നു. അതിനായിട്ട് ഒരു പൊട്ടറ്റോ, 100 ഗ്രാം കോളിഫ്ലവർ, 100 ഗ്രാം കൂണ്, പിന്നെ 1.5 സവാള, 1 കപ്പ് ഗ്രീൻ പീസ്, ഒരു ചെറിയ ക്യാരറ്റ്, ഒരു തക്കാളി, ഒരു മുറി തേങ്ങ, 1 കപ്പ് അണ്ടിപ്പരിപ്പ് കുതിർത്തത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയില്ല, ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നു, അതൊരു 2 സ്പൂണ്, ഒരു 8 പച്ചമുളക്, പിന്നെ എണ്ണ, പിന്നെ സ്പൈസസ് ഏലക്ക, ഗ്രാമ്പു, കറുവപ്പട്ട, പെരുംജീരകം, ബേ ലീഫ്, പിന്നെ ഗാർണിഷ് ചെയ്യാന് നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങായും, പിന്നെ കടുക് വറക്കാനുള്ളത്, പിന്നെ പൊടി ഐറ്റംസ് മല്ലിപ്പൊടി കുറച്ചേ എടുത്തിട്ടുള്ളൂ, 1/2 സ്പൂണ്, 1 സ്പൂണ് കുരുമുളക് പൊടി, 1 സ്പൂണ് ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി. ഇത്രയും എടുത്തു വെച്ചിരിക്കുന്നു. പാൻ ചൂടായിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് എണ്ണ ഒഴിക്കുന്നു. നമ്മൾ പകുതി സവാള ഇട്ട് വഴറ്റുന്നു. സവാള പകുതി മൂത്താൽ മതി. ഒരു മീഡിയം ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ ഇട്ട് വേണം വഴറ്റാൻ. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഞാൻ ആഡ് ചെയ്തു. എന്നിട്ട് നല്ലോണം വഴറ്റണം. അതിന്റെ പച്ചമണം മാറുന്ന വരെ വഴറ്റണം. പച്ചമണം മാറിയിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് സ്പൈസസ് ആഡ് ചെയ്യുന്നു. സ്പൈസസ് ഒന്ന് മൂത്തിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുന്നു. എല്ലാം ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. നമ്മളിനി തീ ഓഫ് ചെയ്യുന്നു. ഇതിപ്പം ചൂടാറിയിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് അണ്ടിപ്പരിപ്പും തേങ്ങായൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നു. ഇത് അരയ്ക്കാനാണ്. മിക്സിയിൽ അരച്ചോണ്ട് വരാം. ഒന്ന് ഇളക്കിയിട്ട് നല്ലോണം ഒന്ന് ഇളക്കി ചേർത്തിട്ട് നമ്മൾ അരച്ചോണ്ട് വരാം. നമ്മൾ ഇനി വെജിറ്റബിൾസ് വഴറ്റിയെടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കുന്നു. നമ്മൾ അതിലേക്ക് ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുന്നു. കൂണ്, കോളിഫ്ലവർ, ക്യാരറ്റ്, ഇതിലേക്ക് ഗ്രീൻ പീസ് ആഡ് ചെയ്യുന്നു. ഇതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നു. വെജിറ്റബിൾസ് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് വേവിക്കണം. 6-7 മിനിറ്റ് വേവിക്കണം. പകുതി വേവായിട്ടുണ്ട്. ഇതിലേക്ക് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഇതിലേക്ക് നമ്മൾ ഈ പൊടികളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഒന്നുകൂടെ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ് ആഡ് ചെയ്യുന്നു. നമുക്ക് ഉപ്പ് നോക്കാം. ഉണ്ടോന്ന് നോക്കാം. കുറവുണ്ട്. അല്പം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അടച്ചു വെച്ച് ഒരു 2-3 മിനിറ്റ് വേവിക്കണം. ചൂടായിട്ടുണ്ട്. അത് 2 സ്പൂണ് നെയ്യ് ഒഴിച്ചിട്ട് ഗാർണിഷ് ചെയ്യാനുള്ളത് വറുത്തെടുക്കുന്നു. ഈ നെയ്യിലേക്ക് നമ്മൾ കടുക് വറക്കുന്നു. കടുക് ഇട്ട് കൊടുത്തിട്ട് കടുക് പൊട്ടുമ്പോൾ
നമ്മുടെ മിക്സഡ് വെജിറ്റബിൾ കുറുമ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിന്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ സ്വാദുള്ള ഒരു വെജിറ്റബിൾ കുറുമയാണ്. ഈ ഡിഷ് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക.